ഹായ് മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു പുതിയ സെക്ഷനാണ് ഇൻഡിജേഴ്സ്. സ്റ്റേറ്റ് CBSE ICSE എല്ലാ കുട്ടികൾക്കും 6th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നതാണ്. പക്ഷേ +2 കഴിഞ്ഞിട്ട് ഇന്നും കുട്ടികൾക്ക് അത് ഭയങ്കര ഡൗട്ടുള്ളൊരു സെക്ഷനാണ്. അതുകൊണ്ട് ഇൻഡിജേഴ്സിനെ പറ്റിയാണ്. ഇൻഡിജേഴ്സിനെ കുറേ സിമ്പിൾ ഫോർമുലാസ് മാത്രം ഉപയോഗിച്ച് 2-3 എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ബോർഡ്. ഫസ്റ്റ് അഡിഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഫോർമുലാസ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ആഡിങ് വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് അഡിഷനാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ സിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ +2 പ്ലസ് 3 അല്ലേ? അപ്പം 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 5. അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. അതുപോലെയാണ് 2 മൈനസ് വരികയാണ്. 2 മൈനസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സെയിം സൈൻ മൈനസ് ആണ് കൊടുക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറയാം. -7 പ്ലസ് -2 അല്ലേ? -7 -2 ബോത്ത് ആർ സെയിം സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 ആഡ് ചെയ്യുമ്പോൾ 7ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 9. അതിൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത ഓപ്പോസിറ്റ് സൈൻ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ. ഒരു പ്ലസും മൈനസും ആണ് വരുന്നത്. പ്ലസും മൈനസും ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. -7 പ്ലസ് 2 അല്ലേ? അപ്പോൾ -7ഉം +2 ആകുമ്പോൾ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ ആണ് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ എന്ന് വെച്ചാൽ 7 ആണ്. 7ന്റെ സൈൻ മൈനസ് ആണ്. സോ ആൻസർ ഈസ് -5. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട സിമ്പിൾ എന്തെന്ന് പറയുന്നത് സബ്ട്രാക്ട് ആൻഡ് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ. ഓക്കെ, സബ്ട്രാക്ട് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ. ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ. ഓക്കെ, അടുത്ത സെയിം പ്രൊസീജിയർ ആണ് മൈനസ് പ്ലസ് അല്ലെ? രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് കൊടുക്കാം +8 പ്ലസ് -6 അല്ലെ? ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്. അങ്ങനെയാവുമ്പോൾ 8 - 6 ഈസ് 2. ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ സെയിം ഫോർമുലയുടെ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെയും കൊടുക്കേണ്ടത്. സബ്ട്രാക്ട് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ. ഓക്കെ, ക്ലിയർ ഓൾ ഓഫ് യു? നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ആണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇൻറ്റു ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പ്ലസ് സൈൻ വന്നിട്ടുണ്ട്, അടുത്തത് ഒരു പ്ലസ് സൈൻ ആണ്. അപ്പോൾ അത് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് 7 മൈനസ് +2 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 7 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ് -2. അപ്പോൾ വീണ്ടും നമുക്ക് 7 - 2 5 ആണ്. പക്ഷേ ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ എന്തോന്നാണ് വരുന്നത്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും -2 പോസിറ്റീവ് വരുമ്പോഴത്തേക്കും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതേ സിമ്പിൾ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് 7 മൈനസ് ഓഫ് പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് +5 കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റില്ല. സബ്ട്രാക്ട് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ, അതായത് മേളിൽ പറഞ്ഞിട്ടുള്ള സെയിം സിമ്പിൾ ഇവിടെയും കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ അതേ പ്രൊസീജിയർ ആണ് വരുന്നത്. -6 മൈനസ് ഓഫ് -3. ഓക്കെ, അതായത് -6. അടുത്ത് മൈനസ് ഇൻറ്റു മൈനസ് എന്തുവാ? പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പം -6 + 3 എന്ന് പറയുമ്പോൾ 6ൽ നിന്ന് 3 പോയാൽ 3 ആണ്. ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈന് മൈനസ് ആണ്. ഓക്കെ, അപ്പം ഈ മേളിൽ പറഞ്ഞിട്ട് അതേ ഇതാണ് നമുക്ക് സബ്ട്രാക്ട് ആൻഡ് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെയും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോഴത്തേക്ക് ഇവിടെ +8 മൈനസ് ഓഫ് -3. ലിസൺ ഹിയർ. +8 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്. അപ്പം 8 + 3 ഈസ് ഈക്വൽ ടു എത്രയാ? 11. അവിടെ പോയ സൈൻ എന്തോന്നാണ്? +11 എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മൈനസ് അല്ലേ? 3 മൈനസ് വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. -9 മൈനസ് ഓഫ് -4. ലിസൺ. -9 + 4. -9 + 4 ഈസ് 5. ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ എന്തുവാണ്? മൈനസ് ആണ്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് സിമ്പിൾസ് ഇതുപോലെ കൊടുക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ഇൻ ദ ബിഗ്ഗസ്റ്റ് നമ്പർ സൈൻ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.